എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം 15-ാം തീയതി മുതൽ രാജ്കോട്ടിൽ വെച്ച് നടക്കും. 5 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിൽ മുന്നിൽ എത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. മൂന്നാം ടെസ്റ്റിലേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങൾ തന്നെ ടീമിൽ വരുമെന്നാണ് റിപ്പോർട്ട്. അതിൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് വിരാട് കോഹ്ലിയുടെ തിരിച്ചുവരവാണ്. എന്നാൽ ഇപ്പോഴിതാ മൂന്നാം മത്സരത്തിൽ വിരാട് കോഹ്ലി ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ട്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്ന് വിരാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോലെ തന്നെ വിക്കറ്റ് കീപ്പറുടെ മോശം ഫോം സഞ്ജുവിനെ ടീമിലെത്തിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചതാണ് അടുത്തത്. അതോടൊപ്പം പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന KL രാഹുലും രവീന്ദ്ര ജഡേജയും തിരിച്ചെത്തും. മാത്രവുമല്ല മുഹമ്മദ് സിറാജും ടീമിലേക്ക് തിരികെ എത്തും. ഇനി ഇന്ത്യയുടെ മൂന്നാം ടെസ്റ്റിന്റെ സാധ്യത 11 ഒന്ന് പരിശോധിക്കാം. മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ സഖ്യം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. മൂന്നാമനായി ശുഭ്മൻ ഗിൽ എത്തും. 4-ാം നമ്പറിൽ ശ്രേയസ് അയ്യരും 5-ാമനായി KL രാഹുലും ഇറങ്ങും. 6-ാമനായി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസൺ എത്തിയേക്കും. ബൗളിംഗിൽ സ്പിന്നിൽ രവീന്ദ്ര ജഡേജ തിരിച്ച് എത്തും. ജഡേജയോടൊപ്പം രവിചന്ദ്രൻ അശ്വിൻ, അക്സർ പട്ടേൽ എന്നിവരും ഉണ്ടാകും. പേസ് നിരയിൽ ജസ്പ്രീത് ബുംറയോടൊപ്പം മുഹമ്മദ് സിറാജ് എത്തും. മുകേഷ് കുമാറിന് പകരം സിറാജാകും മൂന്നാം മത്സരത്തിൽ ഉണ്ടാകുക. കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗിലും ബൗളിംഗിലും മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. എന്നിരുന്നാലും ബാറ്റിംഗിൽ കുറച്ചു കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രാഹുലിന്റെയും ജഡേജയുടെയും തിരിച്ചുവരവ് ടീമിന് ഗുണം ചെയ്യും. രണ്ടാം മത്സരത്തിനേക്കാളും ശക്തമായി തന്നെ മൂന്നാം മത്സരത്തിലും ഇന്ത്യ എത്തും. അതുകൊണ്ട് തന്നെ മൂന്നാം മത്സരവും ജയിക്കും എന്ന ആത്മവിശ്വാസം ഇന്ത്യക്കുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.